ഹായ്. ബാങ്കുകളുടെ പ്രവർത്തന സ്വഭാവം അനുസരിച്ച് അഥവാ നേച്ചർ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് ബാങ്കുകൾ വ്യത്യസ്ത തരങ്ങളായി തരംതിരിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാണിജ്യ ബാങ്ക് അഥവാ കമേഴ്ഷ്യൽ ബാങ്ക്. പൊതുജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ലോൺ കൊടുക്കുകയും ചെയ്യുന്നതാണ് അവരുടെ പ്രവർത്തന രീതി. അവരുടെ പ്രധാന ഉദ്ദേശം ലാഭമുണ്ടാക്കുക തന്നെയാണ്. ഉദാഹരണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയൊക്കെ കമേഴ്ഷ്യൽ ബാങ്കുകളാണ്. രണ്ടാമത്തെ ടൈപ്പ് ബാങ്കാണ് കോപ്പറേറ്റീവ് ബാങ്ക്. അംഗങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയും സഹകരണ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ബാങ്കാണ് ഇവ. കർഷകർക്കും അതുപോലെ ചെറുകിട വ്യാപാരികൾക്കും ലോൺ കൊടുക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. ഉദാഹരണത്തിന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ തുടങ്ങിയൊക്കെ കോപ്പറേറ്റീവ് സഹകരണ അടിസ്ഥാനത്തിൽ നടക്കുന്ന സഹകരണ ബാങ്കുകളാണ്. മൂന്നാമത്തെ ടൈപ്പ് ബാങ്കാണ് വികസന ബാങ്ക് അഥവാ ഡെവലപ്മെന്റ് ബാങ്ക്. വ്യവസായങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾക്കും ദീർഘകാല ധനസഹായം നൽകുന്ന ബാങ്കുകളാണ് ഇവ. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനമാണ് ഇവരുടെ ലക്ഷ്യം. ഉദാഹരണത്തിന് നബാർഡ്, ആക്സിം ബാങ്ക് തുടങ്ങിയവയൊക്കെ ഈ ഗണത്തിൽപ്പെടുന്ന ബാങ്കുകളാണ്. നാലാമത്തെ തരം ബാങ്കാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അഥവാ നിക്ഷേപക ബാങ്ക്. അതായത് ഓഹരികൾ ഇറക്കല്, മൂലധനം സമാഹരിക്കൽ, ഏറ്റെടുക്കലുകളും അതുപോലെ മറ്റു ലയനങ്ങൾക്കൊക്കെ വേണ്ടി ഫണ്ടിങ് ചെയ്യുന്ന ബാങ്കുകളെയാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇവർ ഒരിക്കലും പൊതുജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയോ ലോൺ കൊടുക്കുകയോ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് മോർഗൻ സ്റ്റാൻലി, ഗോൾഡ്മാൻ സാക്സ് തുടങ്ങിയവയൊക്കെ ഈ ഗണത്തിൽപ്പെടുന്ന ബാങ്കുകളാണ്. അഞ്ചാമത്തെ തരം ബാങ്കുകളാണ് വിശേഷ ബാങ്ക് അഥവാ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. വിശേഷ ഉദ്ദേശങ്ങൾക്ക്, അതായത് സ്പെഷ്യലൈസ്ഡ് ഉദ്ദേശങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ബാങ്കുകളാണ് ഇവരെല്ലാം. അതായത് നബാർഡ്, കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഉദ്ദേശശുദ്ധിയോടുകൂടി സ്ഥാപിച്ചിട്ടുള്ള ബാങ്കാണ് നബാർഡ്. അതുപോലെ എക്സിം ബാങ്ക്, എക്സ്പോർട്ടും ഇമ്പോർട്ടിങ്ങും ചെയ്യുന്ന കമ്പനികളെ സഹായിക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ബാങ്കാണ് എക്സിം ബാങ്ക്. ഇവയൊക്കെ വിശേഷ അഥവാ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന ഗണത്തിൽപ്പെടുന്നവയാണ്. ആറാമത്തെ തരം ബാങ്കുകളാണ് പേയ്മെന്റ് ബാങ്കുകൾ. അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ മുഖാന്തരം നമുക്ക് ആളുകൾക്ക് പണം അയക്കുവാനും പണം സ്വീകരിക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ബാങ്കുകളെയാണ് പേയ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. പരമാവധി അവർക്ക് 2 ലക്ഷം രൂപയായിരുന്നു, ഇപ്പോൾ അത് കൂട്ടിയിട്ടുണ്ട്. 5 ലക്ഷം വരേക്കും അത് ചെയ്യാനുള്ള ഓപ്ഷൻസ് റിസർവ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പേടിഎം, ഗൂഗിൾ പേ തുടങ്ങിയവയൊക്കെ ഈ ബാങ്കുകളാണ്. ഇവർ ഒരിക്കലും ലോൺ കൊടുക്കുവാൻ ഇവർക്ക് സാധിക്കില്ല. പകരം ഡെപ്പോസിറ്റ്, ഇൻവെസ്റ്റ്മെന്റുകൾ വാങ്ങിക്കാനും ട്രാൻസ്ഫർ ചെയ്യാനും മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഏഴാമത്തെ തരം ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ അഥവാ ചെറുകിട ബാങ്കുകൾ. അതായത് ചെറുകിട കർഷകർക്കും ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ചെറിയ തരത്തിലുള്ള ബാങ്കുകളെയാണ് സ്മോൾ സേവിംഗ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇസാഫ്, ഉജ്ജീവൻ തുടങ്ങിയ ബാങ്കുകളെല്ലാം സ്മോൾ സേവിംഗ് ബാങ്കുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. എട്ടാമത്തെ തരം ബാങ്ക് എന്ന് പറയുന്നത് കേന്ദ്ര ബാങ്ക് അഥവാ സെൻട്രൽ ബാങ്കാണ്. നമ്മളെല്ലാം അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എല്ലാ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നതും കറൻസി ഇറക്കുന്നതും വായ്പാ നയങ്ങൾ പ്രഖ്യാപിക്കുന്നതും എല്ലാം റിസർവ് ബാങ്കിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ഇവരാണ് നമ്മുടെ ഈ ബാങ്കുകളെ മുഴുവൻ, മേൽപ്പറഞ്ഞ ബാങ്കുകളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതും അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഒക്കെ സെൻട്രൽ ബാങ്കാണ്. താങ്ക് യു.